എൻ്റെ പേര് ജോയൽ. ബാംഗ്ലൂരിൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 26 വയസ്സുള്ളപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. കാണാൻ അത്യാവശ്യം സുന്ദരനായതുകൊണ്ടും നന്നായി സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ടും സ്ഥലം ബാംഗ്ലൂർ ആയതുകൊണ്ടും തന്നെ ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് പലതിനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും എൻ്റെ ഈ ആഗ്രഹങ്ങൾ ആരംഭിച്ചത് വിവാഹശേഷമായിരുന്നു. അതെന്നെ പല സ്ത്രീകളിലേക്കും കൊണ്ടെത്തിച്ചു. അതിൽ ഞാൻ ഒരിക്കലും കരുതാത്ത ചിലരും ഉൾപ്പെട്ടിരുന്നു. ആ ചിലരിൽ എൻ്റെ അമ്മായിയമ്മ സോഫി എന്ന് വിളിക്കുന്ന സോഫിയയും ഭാര്യയുടെ അനിയത്തി മാഗി എന്ന് വിളിക്കുന്ന മാഗ്നറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും ആരംഭിച്ച എൻ്റെ യാത്രകൾ പിന്നീട് എൻ്റെ സ്വന്തം മമ്മിയിലും അനിയത്തിയിലും എത്തി നിന്നു. ആ കഥകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലാണ് എൻ്റെ വീട്. എൻ്റെ പപ്പ ജോസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്. മമ്മി ലീന LDCയിൽ ക്ലർക്കും. ഒരനിയത്തി ജാസ്മിൻ ഇപ്പോൾ MBA കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. എൻ്റെ കല്യാണം നടന്ന സമയത്ത് പപ്പയ്ക്ക് 52ഉം മമ്മിക്ക് 47ഉം ജാസ്മിന് 21 വയസ്സുമാണ് പ്രായം. 47 വയസ്സ് കഴിഞ്ഞെങ്കിലും മമ്മി അതിസുന്ദരിയാണ്. അധികം തടിയൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചവരിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എൻ്റെ മമ്മി തന്നെയായിരുന്നു. അത് വഴിയേ പറയാം. മമ്മി ഒരു ചരക്കാണെങ്കിൽ ജാസ്മിൻ ഒരാറ്റം ചരക്ക് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. മമ്മിക്ക് കിട്ടിയ സൗന്ദര്യത്തിൻ്റെ ഒരു 2 ഇരട്ടി കിട്ടിയിരുന്നു എൻ്റെ അനിയത്തിക്ക്. +2 കഴിഞ്ഞ സമയത്ത് തന്നെ പെണ്ണിന് അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു സാധാ മകനായും ചേട്ടനായും ജീവിച്ചു പോരുന്ന എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു ഈ 2 പേരടക്കം 4 പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ വഴിയെ വിശദമായി പറയാം. MBA പഠനം കഴിഞ്ഞ് ഉടൻ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി ശരിയായി. അങ്ങനെ അതുവരെ കോളേജ് പിള്ളേരുടെ സ്ഥിരം പരിപാടികളായ വീഡിയോ കാണലും മറ്റ് പരിപാടികളൊക്കെ ഞാനും തുടർന്നു പോയിരുന്നു. പെട്ടെന്ന് ഞാൻ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വെച്ചു. കോർപ്പറേറ്റ് ലൈഫിൻ്റെ ടെൻഷനൊക്കെ ഞാൻ മെല്ലെ ആസ്വദിക്കാൻ തുടങ്ങി. എന്തിനും ഏതിനും വളരെ കാഷ്വലായി ഇടപെടുന്ന പെണ്ണുങ്ങൾ. പബ്ബിൽ പോകാനും ട്രിപ്പ് പോകാനും 1 നൈറ്റ് സ്റ്റേയിനുമൊക്കെ റെഡിയായവർ. ആദ്യം 1-2 വർഷം അല്ലറ ചില്ലറ പബ് പാർട്ടികൾക്കൊക്കെ പോയതല്ലാതെ ഞാൻ കാര്യമായി തരികിടകൾക്കൊന്നും നിന്നില്ല. തുടക്കത്തിൽ എനിക്ക് 30,000 ആയിരുന്നു മാസശമ്പളം. 2 വർഷം കഴിഞ്ഞ് ഞാൻ വേറൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലിക്ക് കയറി. 2 മാസം കൊണ്ട് ജോലിയിൽ ഒരുവിധ ഗ്രാഹ്യമൊക്കെ നേടിയ സമയത്താണ് എൻ്റെ ടീം ലീഡറായി അവൾ വരുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ ദിശ അഗ്രവാൾ. മഹാരാഷ്ട്രക്കാരി. മുംബൈയിലെ IITയിൽ നിന്നും MTech ചെയ്തിറങ്ങിയതാണ് ആൾ. എന്നേക്കാൾ 1 വയസ്സ് കൂടുതലുണ്ട്. ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് നടി അനുപമ പരമേശ്വരൻ്റെ ലുക്കാണ് അവൾക്ക്. വന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ദിശ വളരെ ഈസി ഗോയിങ് ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ടെൻഷൻ മത്ലയാർ എന്നവളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരാശ്വാസമായിരുന്നു. പതിയെ ഞങ്ങളുടെ ബന്ധം വളർന്നു. ഓഫീസിനടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് അവൾ താമസിച്ചിരുന്നത്. ഞാൻ ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലും. ഒരു ദിവസം ഓഫീസിൽ എന്തോ ആവശ്യത്തിനായി എല്ലാവരുടെയും ഡീറ്റെയിൽസ് ശേഖരിക്കാൻ മാനേജർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീമിലെ എല്ലാവരോടും അവരുടെ പേരും ജനനതീയതിയും ഇപ്പോഴുള്ള അഡ്രസ്സും എന്നിവ വാങ്ങി. അപ്പോഴാണ് നാളെയാണ് ദിശയുടെ പിറന്നാളെന്ന് അവൾ താമസിക്കുന്ന ഫ്ലാറ്റ് നമ്പർ 22A ആണെന്നും ഞാൻ അറിയുന്നത്. എന്നെ ജോലിയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് നൽകാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഒരു ചെറിയ ഗിഫ്റ്റും ഒരു കേക്കും വാങ്ങി അവളുടെ ഫ്ലാറ്റിൽ ചെല്ലാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അത് എല്ലാം കൊണ്ടും ഒരു ഉഗ്രൻ രാത്രിയാകുമെന്ന് ഞാൻ അപ്പോൾ കരുതിയേയില്ല. 6 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അടുത്തുള്ള ഒരു മാളിൽ പോയി അത്യാവശ്യം നല്ലൊരു ലേഡീസ് വാച്ചും
ഒരു ലേഡീസ് പെർഫ്യൂമും വാങ്ങി അത് ഭംഗിയായി ഗിഫ്റ്റ് പാക്ക് ചെയ്തു. അവിടെ തന്നെയുള്ള ഒരു ബേക്കറിയിൽ നിന്നും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും അടുത്തുള്ള ഷോപ്പിൽ നിന്നും ഒരു പ്രീമിയം ഡ്രിങ്ക്സ് അങ്ങ് വാങ്ങി. അവൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കുമെന്ന് എനിക്കൊരു ഊഹമുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. കേക്കിൻ്റെ കൂടെ കുറച്ച് മെഴുകുതിരികളും ബേക്കറിക്കാർ തന്നിരുന്നു. രാത്രി 11 ഞാൻ ദിശയുടെ ഫ്ലാറ്റിൽ പോയി. 11:45 അകത്തേക്ക് ചെന്നു. ആളുടെ പേരും ഫ്ലാറ്റ് നമ്പറും ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഉള്ളിലേക്ക് കടത്തിവിട്ടു. അകത്തെ കോറിഡോറിലൊക്കെ അരണ്ട വെളിച്ചമേ ഉള്ളൂ. ഞാൻ 12 ആവുന്നത് വാച്ചിൽ നോക്കി പടികൾ കയറി. 25A ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി. ഭാഗ്യം, അകത്ത് വെളിച്ചമുണ്ട്. അവൾ വല്ല പാർട്ടിക്കും പോയിരുന്നെങ്കിൽ ഞാൻ ആകെ നാറിയാനെ. കൃത്യം 12 ഞാൻ ഡോർ ബെല്ലടിച്ചു. ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. 1 മിനിറ്റോളം എടുത്ത് ദിശ വാതിൽ തുറക്കാൻ. അവളെ കണ്ട് ഞാനൊന്ന് അമ്പരന്നു. നന്നായി ഉറക്കം കുറിഞ്ഞ് ഒരു നൈറ്റ് ഡ്രസ്സായിരുന്നു അവളുടെ വേഷം. പെട്ടെന്ന് അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ എൻ്റെയാൾ സൗഭാഗ്യമായും തല പൊക്കി. ഞാൻ നോട്ടം മാറ്റി ശാന്തനാകാൻ ശ്രമിച്ചു. ദിശ അപ്പോഴും എന്നെ ആ സമയത്ത് അവിടെ കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ദിശ, ഞാൻ പറഞ്ഞു. അവൾ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ ഞാൻ അവൾക്ക് കേക്ക് നീട്ടി. ദിശയുടെ മുഖം അത്ഭുതം കൊണ്ട് പിടർന്നു. അവൾക്ക് ഇങ്ങനൊരു സർപ്രൈസ് ആദ്യമാകുമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഓ മൈ ഗോഡ്, ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു ജോ, കം ഇൻ പ്ലീസ്. വാതിൽ തുറന്നുകൊണ്ട് ദിശ പറഞ്ഞു. ഞാൻ പതിയെ അകത്തേക്ക് കയറി. വളരെ ഭംഗിയായി സൂക്ഷിച്ച ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്ന ടീപ്പോയിലേക്ക് വെച്ചു. ദിശ അപ്പോഴും ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. അവളാകെ ഇമോഷണലാണെന്ന് എനിക്ക് തോന്നി. അവൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കേക്ക് മെല്ലെ ടീപ്പോയിലേക്ക് വെച്ചു. എന്നിട്ട് എന്നെ വീണ്ടും നോക്കി. വാട്ട്സ് ഹാപ്പൻ ദിശ, യു ലുക്ക് സോ സർപ്രൈസ്, ഞാൻ ചോദിച്ചു. മറുപടിയായി ദിശ പതിയെ തിരിഞ്ഞ് എന്നെ ഒന്ന് ആലിംഗനം ചെയ്തു. അത് ശരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആകെ ആ നെട്ടലിൽ നിൽക്കുകയായിരുന്നു. താങ്ക്സ് ജോ, താങ്ക്സ് എ ലോട്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ തിങ് ദാറ്റ് യു ഡിഡ് ഫോർ മീ. താങ്ക് യു സോ മച്ച്, ദിശ പറഞ്ഞു. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇന്നലെ ഇയാളുടെ പേരും അഡ്രസ്സും ഇന്നലെ കളക്ട് ചെയ്തില്ലേ ടീമിന് വേണ്ടി. അപ്പോഴാണ് ഞാൻ ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് തനിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞു. ഓ റിയലി, താങ്ക് യു സോ മച്ച് ജോ. അതും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് പാക്കറ്റ് അവൾക്ക് കൊടുത്തു. അവളത് തുറക്കുന്നത് നോക്കി ഞാൻ കൗതുകത്തോടെ നിന്നു. പാക്കറ്റിൽ നിന്നും വാച്ചും പെർഫ്യൂം എടുത്തു നോക്കിയ ദിശ അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവൾ വീണ്ടും എന്നെ നോക്കി ചിരിച്ചു. ദിസ് ഈസ് ടു മച്ച് ജോ, ദിസ് മീൻസ് എ ലോട്ട് ടു മീ, അവൾ പറഞ്ഞു. അവൾ വാച്ച് കയ്യിൽ കെട്ടി പെർഫ്യൂം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഈറോട്ടിക് പാഷൻ എന്ന ലേബിൾ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു നാണം മിന്നി മറിഞ്ഞു. അത് തുറന്ന ദിശ അവളുടെ കയ്യിലൊക്കെ സ്പ്രേ ചെയ്തു. സ്പ്രേയുടെ സുഗന്ധം ആ മുറിയിലാകെ പരന്നു. അവൾ കൈകൊണ്ട് സൂപ്പർ എന്നൊരു ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് ഞാൻ കവറിൽ വെച്ച ബോട്ടിൽ അവൾ കണ്ടത്. അവളുടെ മുഖം വീണ്ടും സന്തോഷം കൊണ്ട് വിടർന്നു. ഓ വാവ്, ഐ വാസ് തിങ്കിങ് ഓഫ് ഗെറ്റിംഗ് ദിസ്, അവൾ പറഞ്ഞു. നീ എന്താ പാർട്ടിക്കൊന്നും പോവാനേ, ഞാൻ തിരക്കി. അത് എനിക്കധികം സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചു. വാ, നമുക്ക് കേക്ക് മുറിക്കാം, അവൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയി നേരത്തെ ടീപ്പോയിൽ വെച്ച കേക്ക് എടുത്തു. ദിയ കേക്ക് എടുത്ത് വെച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചു. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. അവൾ കേക്ക് മുറിച്ച് ഒരു കഷ്ണം എനിക്ക് തന്നു. ഞാനും അവൾക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിച്ചു. ഞാൻ എന്നിട്ട് സോഫയിലേക്ക് നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഡു യു നോ ജോ, ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം someone giving me a birthday gift other than my childhood, അവൾ പറഞ്ഞു. ഓ,
ദാറ്റ്സ് വാസ് വെരി സർപ്രൈസ്. ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിച്ചു. അവൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അവൾ മെല്ലെ അവളുടെ കഥ പറയാൻ തുടങ്ങി. എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായ അച്ഛനും കോളേജ് പ്രൊഫസറായ അമ്മയും, ഒറ്റ മകൾ. തൻ്റെ സഹപ്രവർത്തനമായി അമ്മയ്ക്കുണ്ടായിരുന്ന ബന്ധം അച്ഛൻ അറിഞ്ഞതോടെ അവർ തമ്മിൽ അകൽച്ചയിലായി. പഠനമെല്ലാം ബോർഡിംഗ് സ്കൂളിലും ഹോസ്റ്റലിലുമായിരുന്നു. വല്ലപ്പോഴും കാണാൻ വരുന്ന മാതാപിതാക്കൾ രണ്ടുപേരും അവൾക്ക് ആവശ്യമുള്ള പണം അയച്ചു തരും. ക്രമേണ അവൾക്ക് രണ്ടുപേരോടും മാനസികമായി അടുപ്പം നഷ്ടപ്പെട്ടു. ദിശ രണ്ടാമതും ഗ്ലാസ് നിറച്ചു. എൻ്റെ ഗ്ലാസ് അപ്പോഴും കാലിയായിരുന്നില്ല. അവൾ അകത്തേക്ക് പോയി ഒരു ബോട്ടിൽ കൂടി എടുത്തുകൊണ്ട് വന്നു. ടുഡേ ഐ ആം സോ ഹാപ്പി, ദിശ പറഞ്ഞു. അതും പറഞ്ഞ് അവൾ എൻ്റെ ഗ്ലാസ്സിലേക്കും ഒരെണ്ണം ഒഴിച്ചു. അതും കൂടി ആയപ്പോൾ എനിക്ക് നന്നായി മത്ത് പിടിച്ചു. എന്നിൽ പല കാര്യങ്ങളും ഉണരാൻ തുടങ്ങി. ദിശയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. അവൾ എന്തൊക്കെയോ സംസാരിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഞാനൊന്ന് പകച്ചുപോയി. അവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ദിശ എല്ലാം എന്നോട് ഓപ്പണായി ചോദിച്ചു. ആ ഒരു സമയത്ത് ഞാനും ഒന്നും അവളോട് മറച്ചു വെക്കാൻ നിന്നില്ല. പിന്നീട് ആ രാത്രി ഞങ്ങളുടെ രാത്രിയാക്കി ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞിരുന്നു.